അർജുൻ മട്ടന്നൂർ ഇന്ന് 3 മണിക്ക് തന്നെ ആയിരിക്കുമോ ഷൈൻ ടോം ചാക്കോ എത്താൻ സാധ്യതയുള്ളത്? ഇന്നലെ ഷൈനിൻ്റെ പിതാവ് പറഞ്ഞത് 3 മണിക്കെത്തും, ഇത് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കരുത് എന്നാണ് ഷൈനിൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കിയതും. ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ പിതാവ് പറയേണ്ട വാക്കുകളായിരുന്നില്ല അത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയില്ല എന്ന് നമുക്കിപ്പോൾ സമാധാനിക്കാം. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നിപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളത്? എത്ര മണിക്ക് ഷൈൻ വരാൻ സാധ്യതയുണ്ട്? അതിനു മുമ്പ് കസ്റ്റഡിയിലെടുക്കാൻ എന്തെങ്കിലും നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്ന് രാവിലെ 10 മണിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നതാണ് പോലീസിൻ്റെ നിർദ്ദേശം. ഇതാണ് ഇന്നലെ തൃശ്ശൂരിലെ വീട്ടിലെത്തി ഇത്തരമൊരു നോട്ടീസാണ് പോലീസ് നൽകിയത്. അപ്പോൾ ഈ കുടുംബം അറിയിക്കുന്നത് ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഹാജരാകുമെന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോ പൊള്ളാച്ചിയിലാണ് എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. പൊള്ളാച്ചിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയോ, ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും അഭിഭാഷകരുമായി നേരത്തെ ഷൈൻ ടോം ചാക്കോ സംസാരിക്കുകയും ഇത്തരത്തിൽ സമയം നീട്ടി ചോദിച്ചാൽ അതിൽ കുഴപ്പമില്ല എന്നൊരു മറുപടി അവരിൽ നിന്ന് ഷൈൻ ടോം ചാക്കോക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് പൂർണ്ണമായും തയ്യാറായിട്ടുണ്ട്. 32 ചോദ്യങ്ങൾ പോലീസ് ഷൈൻ ടോം ചാക്കോയോട് ചോദിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരം ഒരു ചോദ്യാവലിയാണ് പ്രധാനമായിട്ടും തയ്യാറാക്കിയത്. മാത്രവുമല്ല, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല ഹോട്ടലുകളിലും മറ്റും ഷൈൻ ടോം ചാക്കോ താമസിച്ചിട്ടുണ്ട്. ഈ ഹോട്ടലുകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവർ ഷൈൻ ടോം ചാക്കോയെ ആരൊക്കെ സന്ദർശിച്ചു, ആരൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചത്. അതോടൊപ്പം തന്നെ ഫോൺ രേഖകൾ പരിശോധിക്കാനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ കസ്റ്റഡിയിൽ വാങ്ങി ഫോൺ രേഖകൾ പരിശോധിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. അതോടൊപ്പം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇത്രയും സാഹസികമായി ഇറങ്ങി ഓടിയത് എന്തിന് എന്ന ചോദ്യമായിരിക്കും പ്രധാനമായും പോലീസ് ഉന്നയിക്കുക. മാത്രവുമല്ല, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അവിടെ ആരൊക്കെ ഷൈൻ ടോം ചാക്കോയെ സന്ദർശിച്ചു, എന്തിനാണ് ഈ ഹോട്ടലിൽ മുറിയെടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് പരിശോധിക്കണം. അതുകൊണ്ട് തന്നെയാണ് 32 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ചോദ്യാവലി പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അറിയേണ്ടത് ഷൈൻ ടോം ചാക്കോ ഇന്ന് വരുമോ എന്നുള്ളതാണ്. 3 അഭിഭാഷകരുമായി ഷൈൻ ടോം ചാക്കോ സംസാരിച്ചു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതായത് നിയമോപദേശം തേടുകയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് തന്നെ ഹാജരായിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഷൈൻ ടോം ചാക്കോ അന്വേഷിച്ചത്. മാത്രമല്ല, ചോദ്യങ്ങളെ ഏത് തരത്തിൽ നേരിടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അഭിഭാഷകരുമായി സംസാരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വിശദമായി തന്നെ പോലീസ് ഒരുങ്ങിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഷൈൻ ടോം ചാക്കോ ഇന്ന് ഹാജരാകുമോ എന്നുള്ള കാര്യമാണ്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു അർജുൻ. ഞാൻ അർജുനിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ജെയ്സൺ ചാമവളപ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ ഈ ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിൽ നിന്നാണ് ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം ചേരുന്നത്. രാവിലെ തന്നെ ജെയ്സൺ അവിടെ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. എന്തായാലും ഷൈൻ വീട്ടിലെത്തിയിട്ടില്ലല്ലോ അല്ലേ? 3 മണിക്ക് എത്തൂ എന്നാണ് പിതാവ് പറഞ്ഞത്. 10 മണിക്കാണ് പോലീസ് നോട്ടീസ് കൊടുത്തത്. പരമാവധി സമയം നീട്ടിക്കൊണ്ടുപോകാനായിരിക്കുമോ ഷൈൻ ടോം ചാക്കോയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ നീക്കം? അവർക്ക് കൃത്യമായി ലീഗൽ അഡ്വൈസ് കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ 10 മണിക്ക് ഹാജരാകുന്നതിന് മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകളില്ല. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്നലെ തന്നെ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ നിയമോപദേശം തേടിയെന്ന് വീട്ടുകാരും നാം തന്നെ വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ ഞാൻ വീടിന് മുൻപിലാണുള്ളത്. മാതാപിതാക്കൾ ദേവാലയത്തിൽ പോയിരിക്കുകയാണ്. സഹോദരൻ വീടിനകത്തുണ്ട്. ഷൈൻ ടോം ചാക്കോ വീട്ടിലെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഇതുവരെയുള്ള വിലയിരുത്തൽ. പിതാവിനെ വിളിക്കുമ്പോൾ പള്ളിയിലായതുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല. സഹോദരൻ വീട്ടിലുണ്ട്. സഹോദരനെ വിളിച്ചിരുന്നു, ഫോൺ എടുത്തിട്ടില്ല. പക്ഷേ അകത്തുള്ളതിൻ്റെ, അതായത് ഷൈൻ വീട്ടിനകത്തുള്ളതിൻ്റെ യാതൊരു സൂചനകളുമില്ല. നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങളുണ്ട്. 3 മണി എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനു മുൻപ് അഭിഭാഷകരുമായി നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് എങ്ങനെയാണ് ചോദ്യങ്ങളെ നേരിടേണ്ടത്, ഏത് രീതിയിലുള്ള ഉത്തരങ്ങളാണ് നൽകേണ്ടതെന്ന ഒരു പഠിപ്പിക്കുക. അതായത് അഭിഭാഷകരുടെ മുന്നിൽ നിന്ന് ചോദ്യങ്ങൾ നേരിടുക, ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് മറുപടി നൽകേണ്ടതെന്ന ഒരു വിശദമായ ചർച്ചയ്ക്കുള്ളൊരു സമയം എടുക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ തന്നെ കൊച്ചിയിലെത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. കൊച്ചിയിൽ നേരത്തെ എത്തി അതോടൊപ്പം അഭിഭാഷകരുമായിട്ട് ഈ കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തി 3 മണിയോടുകൂടി ഹാജരാവുക. അപ്പോൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ നേരത്തെ 33 ചോദ്യമെന്ന് പറയുന്ന ആ ചോദ്യങ്ങളെ എന്തുത്തരം നൽകണം സംബന്ധിച്ച വ്യക്തമായ ഒരു ധാരണയോടുകൂടി മാത്രമേ
ഷൈൻ പോലീസിന് മുമ്പിൽ ഹാജരാകൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ കൊച്ചിയിലെത്താനുള്ള സാധ്യതയുണ്ട്. എവിടെയാണ് എത്തുക എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ നമുക്ക് നിലവിലില്ല. നാം നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ സ്വിച്ച് ഓഫ് അല്ല. ഇന്നലെയും നാം നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പോയി എന്ന് പറയാനാകില്ല. അതേസമയം തന്നെ നിയമപരമായ യാതൊരു പ്രശ്നങ്ങളും നിലവിൽ ഹാജരാകുന്നതിനില്ല. അറസ്റ്റോ മറ്റു നടപടികൾക്കോ പോകേണ്ട സാഹചര്യമില്ല. ആദ്യഘട്ടം ചോദ്യം ചെയ്യലാണ്. നിരവധി ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് പല ഘട്ടങ്ങളിലായി ശേഖരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിനെ വെച്ചുകൊണ്ടുള്ള വിശദാംശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടാവുക എന്ന് വ്യക്തമായ സൂചന ഷൈനുമുണ്ട്, ഷൈൻ്റെ കുടുംബത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശദമായ നിയമോപദേശം ഇന്നലെ തന്നെ തേടിയിരുന്നു. ഇന്ന് ഹാജരാകേണ്ടതില്ല എന്നായിരുന്നു ഇന്നലെ രാവിലെ എടുത്ത തീരുമാനം. പക്ഷേ 3 മണിക്ക് ഹാജരാകാം. അവസാന അഭിഭാഷകർ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹാജരാകുന്നതിലേക്ക് എത്തുന്നത്. ഇനി എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.